നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം, അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ്, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഞാനിതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ അതിനകത്തൂടെ ഞാൻ പഠിച്ച പാഠങ്ങളും. ഇന്ന് നമ്മൾ പറയണത് കത്ത. എന്താണ് കത്ത ശരിക്കും? കത്തയും കളരിപ്പയറ്റും തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയണത്, ഈ ബ്രൂസിലോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കരാത്തയും കുങ്ഫുവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്ന വളരെ ബ്യൂട്ടിഫുള്ളായൊരു കാര്യമുണ്ട്. അതായത് കരാത്തെ എന്ന് പറയുന്നത് ഒരു അയൺ ഹാമറാണ്, ഒരു വലിയ ചുറ്റികയാണ് ആണെങ്കിൽ കുങ്ഫു എന്ന് പറയുന്ന ഒരു അയൺ ചെയിൻ ആണെന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വിശദമാക്കലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്തത്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം ആരെയും വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയോ ഒന്നുമല്ല. സത്യങ്ങൾ വിളിച്ചു പറയുകയും അതനുസരിച്ച് നല്ലൊരു പുതിയ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആയോധന കല ഒരുപാട് ഗുണപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിലൂടെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓർക്കേണ്ടത്, കരാത്തെ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കലയാണ്. അപ്പോൾ അതിൽ ചെയ്യുന്ന കത്താസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനകത്ത് നമ്മൾ ഡ്രസ് കോഡൊന്നും നിങ്ങൾ നോക്കരുത്, കാരണം വൈറ്റാണ് പൊതുവിൽ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ഷൂട്ടിൻ്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനെ വിശദമാക്കുന്നതിനെക്കുറിച്ചും നേരിട്ട് നമുക്ക് വീഡിയോയിലെടുക്കാം. ഇപ്പം നിങ്ങളിത് കണ്ടതാണ് കത്ത എന്ന് പറയുന്നത്. കത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷാഡോ ഫൈറ്റാണ്. ഒരുപാട് പേർക്കിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നിട്ട് സങ്കല്പിച്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കുറച്ചേറെ കാര്യങ്ങൾ കൂടുന്നതാണ് കത്ത. അപ്പം KATA കത്താന്ന് ചിലർ കട്ടാന്ന് വായിക്കാറുണ്ട്. കട്ടയല്ല, കത്തയാണ് ശരിക്കും പറയുന്നത്. കരാത്തേയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ, ഹാർഡായിട്ടുള്ള ഫോമുകളാണ്. അതുകൊണ്ടാണ് ബ്രൂസിൽ പറഞ്ഞത് അത് അയൺ ഹാമറാണെന്ന്. വ്യക്തമായി പിടികിട്ടിയോ? അപ്പോൾ അതിൽ വരുന്ന ബെൽറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർഡ് ബെൽറ്റ് ആയിരിക്കും. ആ ഹാർഡ് ബെൽറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ സാധാരണ കെട്ടുന്ന പോലത്തെ. അപ്പം കരാത്തയിലാണ് അത് ജപ്പാനീസാണ്. അതിന് കരാത്തയിൽ ഇതുപോലുള്ള ഹാർഡായിട്ടുള്ള പ്രാക്ടീസുകളാണ് വരിക, സോഫ്റ്റ് ആയിട്ടുള്ളതല്ല കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടിട്ട് തന്നെ അതിൻ്റെ ബെൽറ്റും ഹാർഡായിരിക്കും. ഇനി നമുക്ക് നേരെ ഒന്ന് കുങ്ഫു കണ്ട് നോക്കാം. ഓക്കെ. കുങ്ഫുവിൻ്റെ ഫോം കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് മൂവാണ്. അതുകൊണ്ടാണ് ബ്രൂസ് ലീനെ അയൺ ചെയിൻ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുപയോഗിക്കുന്നത് ഒരിക്കലും ബെൽറ്റ് ആയിരിക്കില്ല, സാഷ് എന്ന് പറയും. ഇതാണ് സാഷ് എന്ന് പറയുന്നത്. സാഷിനകത്ത് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആയോധനകലയുടെ രീതി അനുസരിച്ചാണ് ബെൽറ്റും സാഷും ഉണ്ടായിട്ടുള്ളത്. കുങ്ഫു വരുമ്പോൾ ചൈനയുടെയാണ്. അപ്പോൾ അതിന് ആ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് അതിനവർ സാഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുങ്ഫുവിൽ ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് യഥാർത്ഥ കുങ്ഫു അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കരാത്തയിൽ സാഷ് ഉപയോഗിക്കാറേ ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ കളരിപ്പയറ്റിൽ ബെൽറ്റ് ഉപയോഗിക്കുന്നതിനകത്തുള്ള സാങ്കത്യം എന്താണ്? വ്യക്തമായി മനസ്സിലായോ? അത് ശരിയാണോ? അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കളരിപ്പയറ്റ് ചെയ്യുന്ന സമയത്ത് സാഷ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണെന്നുള്ളത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാം. ഞാനൊരു ദിവസം നമ്മുടെ ഈ സാഷൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, വർഷങ്ങൾക്ക് മുന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഓരോ കുട്ടികൾക്ക് കൊടുക്കുകയും നിങ്ങളത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നോക്കിയേ, ഇതിങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ വർക്കേഴ്സിനൊക്കെ ഇഷ്ടം പോലെ കൊടുക്കാമല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനൊരു പുറകിലൊരു എഫോർട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ സിമ്പിൾ, നിങ്ങൾ തയ്ക്കുന്ന ആൾക്കാരാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ബെൽറ്റോ ബ്ലാക്ക് ബെൽറ്റോ റെഡ് ബെൽറ്റോ ഗോൾഡ് ബെൽറ്റോ സിൽവർ ബെൽറ്റോ അലുമിനിയം ബെൽറ്റോ ഒക്കെ അടിക്കാം. പക്ഷേ അത് നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് ബൾക്കായിട്ട് തുണിയെടുത്ത് അടിക്കുന്നതിൻ്റെ ഒരു വിലയല്ലല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പുറകിലൊരു എഫോർട്ട് ഉണ്ടാവണം. ആ എഫോർട്ടിന് ഒരു മൂല്യമുണ്ടാവണം, അതിന് കാമ്പുണ്ടാവണം. അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ?
ഇപ്പോൾ ഇതൊരു വിഷ്വലായപ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ എങ്ങനെയൊക്കെയാണ് മാർഷൽ ആർട്ട് എന്നുള്ളത്. അപ്പം നമ്മളാ കണ്ട കത്തയില്ലേ, ആ കത്തയാണ് ഇപ്പോൾ പലപ്പോഴും ചൈനീസ് കുങ്ഫുവിൽ കത്ത എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ശരിക്കും കുങ്ഫു എന്ന് പറയുന്നത് ചൈനീസാണ്, മനസ്സിലായി. അപ്പം ജാപ്പനീസ് സാധനം എടുത്തിട്ടാണ് ചൈനീസാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരിക്കണം. ഇത് അവർ പഠിക്കുന്ന കുങ്ഫു ആണോ കരാത്തയാണോ അതോ ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും അത് മനസ്സിലാക്കിയാൽ ഇവരെല്ലാം പഠിപ്പിച്ചോട്ട് ഒരു കുഴപ്പമില്ല, നമ്മൾ അവർക്ക് ആർക്കും എതിരല്ല. പക്ഷേ നമ്മുടെ പുതിയ ആൾക്കാർ, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതറിയില്ല. അവർ വലിയ അർത്ഥത്തിലായിരിക്കും ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇതാണ്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു, ഞാൻ അമേരിക്കയിലുള്ളൊരു വലിയ യോഗയുടെ സംഘടനയിൽ അംഗത്വം നേടിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ യോഗ എവിടുത്തേതാണ്, നമ്മുടെ ഭാരതത്തിൻ്റെയാണ്, ഭാരതത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ അവിടുന്ന് അമേരിക്കയിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പം നമുക്കൊരു അഭിമാനബോധമൊക്കെ വേണ്ടേ? യോഗ എന്ന് പറഞ്ഞൊരു പാവ സാധന, ഒരു മാൻകുഞ്ഞിനെ പോലൊരു സാധനമാണ്. അതിന് നമ്മൾ ബെൽറ്റ് കെട്ടിച്ച് കത്തയാക്കിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനിനെ പിടിച്ചിട്ട് ഒരു സിംഹമാക്കി വേഷം കെട്ടിച്ച് എന്തായിരിക്കും അവസ്ഥ? അതായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഒരു പറച്ചിലുണ്ട് കേട്ടോ, അതായത് ഈ മത്തിക്കറി അലുവയെന്ന് പറയും. ഇത് തമ്മിൽ അങ്ങോട്ട് യോജിക്കില്ല. ഞാനീ പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കിയേ. അപ്പോൾ ഇതുമായിട്ടൊക്കെ യോജിക്കാതെ വരുമ്പോൾ അതിൻ്റെ തനിമ നമുക്ക് നഷ്ടപ്പെടുകയും വളരെ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം സത്യത്തിൽ മൂല്യം കൂടുകയല്ല ചെയ്യുന്നത്, കുറയുകയാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് ഗുണം കിട്ടും. ഞാൻ സംസാരിക്കുക മാത്രമല്ല, അതിനകത്തൊരു കാര്യം പറയുകൂടെ ചെയ്യുക. എൻ്റെ ഓരോ വീഡിയോസും ഞാൻ പറയുന്ന സത്യങ്ങളും നാളെ ഒരിക്കലും അതിന് വിലയുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം കളരി പഠിപ്പിക്കുന്നവരോ യഥാർത്ഥത്തിൽ ട്രഡീഷണലി കരാത്ത പഠിച്ചവരോ യഥാർത്ഥ രീതിയിൽ കുങ്ഫു പഠിച്ചവരോ ഒരാൾ പോലും നെഗറ്റീവായൊരു കമൻറ്റ് എൻ്റെ ചാനലിൽ താഴെ ഇട്ടിട്ടില്ല. അതാണൊരു സത്യം. അല്ലാതെ വിഷമമുള്ളവരൊക്കെ ഇട്ടതിന് ശേഷം ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് കയറി നോക്കിയാൽ ശരിക്കുള്ള ആ ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലത് വരട്ടെ, നല്ലത് സംഭവിക്കട്ടെ. കത്തയും ഫോമുകളും അതുപോലെ കളരിയും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുതിയൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.